നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റങ്ങൾക്കുമുള്ള പ്രത്യേക സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രഹങ്ങളും സമയത്തിന്റെ നീളത്തിലേക്ക് ക്രമാനുസൃതമായി രാശി മാറുന്നു. ഈ മാറ്റങ്ങളുടെ സ്വാധീനം എല്ലാ രാശിക്കാരിലും പ്രതിഫലിക്കും. ചിലരിൽ ഇത് ഏറെ ഗുണകരമാകും, മറ്റുള്ളവർക്ക് ചിലപ്പോൾ വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ഗ്രഹങ്ങൾ 9 എണ്ണം മാത്രമാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ആദ്യ 7 ഗ്രഹങ്ങൾ ഭൗതികമായി നിലനിൽക്കുന്നതും രാഹുവും കേതുവും ജ്യോതിഷപരമായി സങ്കല്പങ്ങളിലായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. 12 രാശികളിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിവ ഉൾപ്പെടുന്നു. നക്ഷത്രങ്ങൾ 27 എണ്ണമാണ്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പുരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പുരുരട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. മലയാള മാസം 1201 പിറന്നതിനാൽ ചിങ്ങമാസം സമ്പത്ത്, ഐശ്വര്യം, സമൃദ്ധി എന്നിവയുടെ പ്രതീകമായി പരിഗണിക്കപ്പെടുന്നു. സാധാരണയായി ചിങ്ങമാസത്തിൽ എല്ലാവർക്കും ഗുണഫലങ്ങൾ ലഭിച്ചേക്കാം. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ഇത്തവണത്തെ ചിങ്ങം പ്രത്യേകമായി അനുകൂലമായിരിക്കും. അടുത്തതായി ആ നക്ഷത്രങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. മകൈര്യം നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, അത്തം നക്ഷത്രം, വിശാഖം നക്ഷത്രം, തിരുവോണം നക്ഷത്രം എന്നിവയാണ് ആ ഭാഗ്യശാലികൾ. മകൈര്യം നക്ഷത്രം. മകൈര്യം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം അനുകൂലമായി വരുന്നു. നീണ്ട കാത്തിരിപ്പിന് ശേഷം യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള അവസരം ഈ മാസത്തിൽ ഉണ്ടാകും. കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകരമായ ചടങ്ങുകളും നടക്കും. ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനും ട്രാൻസ്ഫർ പോലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട വിദേശയാത്രകളുടെ സാധ്യതകളും ഉണ്ടാവാം. ഈ അവസരങ്ങൾ പുതിയ വഴികളും മുന്നേറ്റങ്ങളും തുറന്നു നിങ്ങൾക്ക് നൽകുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം അനുകൂലമായിരിക്കും. ഈ മാസം ജീവിത നിലവാരം മെച്ചപ്പെടുകയും ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാക്കുകയും ചെയ്യും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്ന് വിവിധ വഴികളിലൂടെ പണം കയ്യിലെത്തും. സ്വർണം പോലുള്ള വിലപ്പെട്ട സമ്മാനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് എത്താനുള്ള സാധ്യതയുണ്ടാകും. ജോലിയിൽ ഉയരങ്ങളിൽ എത്തുകയും കരിയറിൽ മികച്ച പുരോഗതി നേടുകയും ചെയ്യാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. അത്തം നക്ഷത്രം. ഇവർക്ക് നീണ്ട സമയത്തേക്ക് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് ഗൃഹപ്രവേശന ചടങ്ങ് നടത്താനുള്ള അവസരം ലഭിക്കുന്നു. പുതിയ വീട്ടിൽ ആഡംബരകരമായ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. സാമ്പത്തികമായി നേരിട്ട പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. പാരമ്പര്യ സ്വത്ത് തർക്കങ്ങളില്ലാതെ നിങ്ങളുടെ കയ്യിലെത്തും. ദൈവ പ്രാർത്ഥനകളും ഏകാഗ്ര ചിന്തകളും വഴി ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കുന്നു. വിശാഖം നക്ഷത്രം. ഇവർക്ക് കുടുംബാംഗങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യം സുസ്ഥിരമായിരിക്കും. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടം ലഭിക്കുന്നു. സാമ്പത്തിക സ്ഥിതിയും ജീവിതഗതിയും മെച്ചപ്പെട്ടതുകൊണ്ട് നന്നായി തയ്യാറാക്കിയ പുതിയ വീട്ടിൽ താമസിക്കാൻ സാധിക്കുന്നു. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. നീണ്ട കാലത്തെ പ്രണയബന്ധം വിവാഹ ജീവിതത്തിലേക്ക് കടക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകും. ഔദ്യോഗിക രംഗത്തെ അധികാര പദവിയും പ്രവർത്തന ഭാരവും വർദ്ധിക്കും. ഏത് കാര്യവും ചെയ്യുമ്പോഴും കുടുംബത്തിന്റെ പിന്തുണ ഉറപ്പാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകളിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.